കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിനികളുടെ സമരം. ഹോസ്റ്റൽ ഭക്ഷണത്തിൽ പഴുതാരെ കണ്ടെത്തിയതിന് പിന്നാലെയാണ് സമരം. ഹോസ്റ്റലിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇത് കാണുമ്പോഴ് ഇതിലെന്താ പുതുമയുള്ളേ? പുതുമയില്ല. അത് തന്നെയാണ് ഇവിടുത്തെ വിഷയവും. ജോലി ചെയ്യുന്നവര് നിൽക്കുന്ന ഹോസ്റ്റലിലെ ഫുഡില് പുഴുവിന് അവരെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കേരളത്തിലെ ഫുഡ് അല്ലെങ്കിൽ ഹോസ്റ്റലിലെ ഫുഡിന്റെ കാര്യം എടുക്കുമ്പോഴ് ഈ പുഴുവും പഴുതാരിയും കോയും പാറ്റിയും പല്ലിയും ഒക്കെ നമ്മുടെ ഫുഡ് ഹാബിറ്റിന്റെ നിത്യ ഭാഗമായിട്ട് വരുന്നതെന്ന് പറയുന്നത് നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ഇത് ഇപ്പോഴും ആരെങ്കിലും പറയുന്ന സമയത്ത് എന്താ പറയുന്നത് വെച്ചാല്, നിങ്ങൾ കേരളത്തിന് വെളിയിലൊക്കെ പോയി നോക്ക്, വളരെ പരിതാപകരമായിട്ടുള്ള ഫുഡാണ് അവിടെയൊക്കെ കിട്ടുന്നതെന്ന്. പക്ഷേ നമ്മള് പൈസ കൊടുത്ത് നമ്മുടെ മക്കളെയൊക്കെ വിടുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് നമ്മളെയൊക്കെ വിടുകയാണ്, അവിടെ ഫീസ് അടക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ഹോസ്റ്റൽ ഫീസ് നമ്മൾ അടക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫുഡില് ഈച്ചേനെയും പാറ്റേനെയും പല്ലീനെയും കൊതുകിനെയും ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇവൻ പുഴുവിനൊക്കെ കിട്ടുന്ന എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? എത്ര മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ. ഇപ്പോഴും നമ്മളൊക്കെ പലപ്പോഴും കാണുന്നുണ്ട് പല ഹോട്ടലിലും റെയ്ഡ് നടത്തിയിട്ട് പഴകിയ ഫുഡ് പിടിച്ചെടുക്കുന്നത്, അൺഹൈജീനിക് ആയ ഹോട്ടലുകൾ പൂട്ടിക്കുന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ പല ഹോസ്റ്റലുകളിലും റെയ്ഡുകൾ നടക്കണം. ഇതുപോലെ ഇടക്കിടക്ക് റെയ്ഡ് നടക്കണം. എന്നാലും ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ. എന്തോ